ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരറ്റ് കൂടി വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഒരു 1/2 കപ്പ് ക്യാരറ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എന്താ പറയുക, ഈ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ക്യാരറ്റിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് നല്ല മധുരത്തിലായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് ഞാനൊരു ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് ചൂടായി വരട്ടെ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം മാറാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇതിന് വരെ കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം പാലും മതിയെങ്കിൽ പാലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വെള്ളമാണ് ഒരു 1/4 കപ്പ് വെള്ളമോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി തള വരാനായി തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കോൺഫ്ലോർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അടിയിലൊന്ന് കട്ടായിട്ട് നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പാൽ അത്യാവശ്യം നന്നായിട്ട് തിളക്കാനായ പാലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കോൺഫ്ലോർ നന്നായിട്ട് വേകണം കേട്ടോ. അതിനാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകി കട്ടയാകാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കുറുകൂല. നമ്മൾ വെറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിനു ശേഷം ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ വെച്ചൊക്കെ ഒന്ന് ചൂടാറ്റി എടുത്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പിസ്തയോ അല്ലെങ്കിൽ ഏത് എസൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ബദാം എസൻസ്, അങ്ങനെ പല എസൻസും ഉണ്ടല്ലോ, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ക്രീമി ആയിട്ട് പതയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്ത് നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറാനായിട്ട് പറ്റിയ ക്ഷീണത്തിനൊക്കെ നല്ല ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയിൽ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത കസൂസും ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിന് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസൂസ് ചേർത്തതിന് ശേഷമാണ് ബദാം ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കസൂസ് ഇതിൽ ഇടയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കസൂസ് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് എന്താ പറയുക ഒന്ന് സോക്ക് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുതിർന്ന് വന്നോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരുപാട് ജ്യൂസുകളൊക്കെ നമ്മൾ തയ്യാറാക്കി നോക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് റെഡിയാക്കി നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഒരുപാട് തരം ജ്യൂസുകളൊക്കെ മാറി മാറി ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡ്രിങ്കും റെഡിയാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടും.
അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.